നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പോൾ ഞാനെന്നുള്ളത് കണ്ടങ്കാവിലാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ഇനി ഒരു പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ ഒരുപാട് വീഡിയോകളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ഇപ്പോൾ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ യുദ്ധത്തിൻ്റെ ഇതിനെ കുറിച്ചിട്ട് കുറേ ആളുകൾ പറയണ്ടായി. യുദ്ധത്തിൻ്റെ ഇത് നമ്മൾ അവരുടെ കൃത്യം ഇത് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ വ്യക്തികളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞിട്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഗ്രഹനില നോക്കി ചെയ്ത വീഡിയോകളെല്ലാം കൃത്യമായിട്ട് തന്നെ വലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് തമിഴ്നാട് രാഷ്ട്രീയം. കാരണം വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരു പാർട്ടി രൂപീകരിച്ചു. അതിനുശേഷം കുറേ വിവാദങ്ങളിൽ പെട്ടു. അപ്പോൾ അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് വിജയുടെ ഗ്രഹനില വെച്ച് തന്നെ നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തുടർന്നുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ എന്തായാലും മോനേട്ടൻ അതിനെക്കുറിച്ച് വിജയുടെ ഗ്രഹനില കൃത്യമായിട്ട് പഠിച്ച് നോക്കി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയും. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇതിൽ ഏതിലാണ് നിങ്ങൾ കാണണമെങ്കിൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. സുധീഷ് ചെമ്പകശ്ശേരി വ്ലോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എൻ്റെ ചാനൽ കിട്ടും. മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കുക കേട്ടോ. നമസ്കാരം. ഇപ്പോൾ ഇതൊരു ജ്യോതിഷപൂർവം തന്നെയാണ് ഞാനും സുധീഷും. അപ്പോൾ അത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്ത വീഡിയോകളിൽ ചില വീഡിയോകളെന്ന് പറയാനില്ല, ഒരു വീഡിയോ ഒരു ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്നാൽ യുദ്ധത്തിൻ്റെ വീഡിയോ ആണ്. ട്രംപിൻ്റേതായിട്ടുള്ള ഒരു ഡാറ്റ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. പക്ഷേ എന്നാൽ ഇറാൻ്റെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഏകദേശ രൂപം വെച്ച ഒരു രാശിഭാവത്തിലാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണ് 7-ാം തീയതി യുദ്ധം അല്ലെങ്കിൽ 10-ാം തീയതി അവസാനിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം. ട്രംപിന് യുദ്ധം ചെയ്യാനേ കഴിയുള്ളൂ, പക്ഷേ അവസാനിപ്പിക്കാൻ കഴിയില്ല. അത് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഈ യുദ്ധത്തിനെ കുറിച്ചും ഒരു വാക്ക് ഇതിൽ തന്നെ പറയും. അത് അധിക കാലം നീണ്ടു നിൽക്കില്ല. അത് ഏറ്റവും പരാജയം വരുന്നതും ട്രംപിന് തന്നെ ആയിരിക്കും. നവംബർ 30-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അത് എല്ലാ പ്രേക്ഷകർക്കും കണ്ടറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ആ യുദ്ധ കാര്യങ്ങളിൽ പ്രഖ്യാപിച്ചതിൽ വന്ന ദോഷത്തിന് ഞങ്ങളോട് കൂടെ നിന്ന് സഹകരിച്ച ഒരുപാട് പ്രേക്ഷകർ ഗൾഫിലുണ്ട്. അത് അവർ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കറക്റ്റായി ഡാറ്റ കിട്ടാത്തതുകൊണ്ടാണ് സാറിന് ദോഷം സംഭവിച്ചതെന്ന്. അതുപോലെ ഈ എല്ലാ പ്രേക്ഷകരും ഞങ്ങളോട് ക്ഷമിക്കുക. അതോടുകൂടെ തന്നെ ഇന്ന് നമ്മളെ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതികൾ എങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ആദ്യമായിക്കൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിച്ചു. അതിന്ന് ഒരു വിഭാഗം കാമരാജരായി. അതിനുശേഷം അണ്ണാദുരൈയോട് ചേർന്നുകൊണ്ടും ഒരു രാഷ്ട്രീയം ഉണ്ടായി. അതിൽ നിന്ന് ഉടലെടുത്തുകൊണ്ട് കലഞ്ചർ കരുണാനിധി ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊരു രാഷ്ട്രീയം ഉണ്ടാക്കി. ആ രാഷ്ട്രീയത്തിൽ നിന്ന് പരസ്പരം പിരിഞ്ഞുകൊണ്ട് ഒരു നടൻ ആദ്യമായിക്കൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തുടങ്ങുന്നത്. അത് ഏവർക്കും അറിയാം, MG രാമചന്ദ്രൻ. അദ്ദേഹം അണ്ണാ DMK എന്നുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുകയും അതിനോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കൂടെ നിൽക്കുന്ന ജയലളിത ഒരു നടിയാവുകയും ഈ രാഷ്ട്രീയം വളരെയധികം വിജയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാവുകയും പിന്നീട് അദ്ദേഹം തന്നെ തമിഴ്നാട്ടിൻ്റെ ഒരു ദൈവമായി മാറുന്നൊരവസരം വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ജയലളിത തന്നെ ആ ഭരണം ഏറ്റെടുത്തു. അതുപോലെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വിജയ് എന്നൊരു നടൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിന് ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പലരും രാഷ്ട്രീയ കക്ഷികളായി വന്നിട്ടുണ്ട്. വിജയകാന്തും അതുപോലെ തന്നെ കമലഹാസനും രജനികാന്തും ഒക്കെ. പക്ഷേ അതൊന്നും അത്രമാത്രം വിജയിച്ചിട്ടില്ല. എന്നാൽ ഈ വിജയുടെ ഏകദേശം അവരുടെ ഒരു ഗ്രഹനില എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ട് അവരുടെ ആഗ്രഹപ്രകാരം കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഇനി തമിഴ്നാട്ടിൽ എത്തരത്തിൽ മുന്നേറ്റം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകും എന്നുള്ളതിൽ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചതിൽ 30 വയസ്സിന് താഴെയുള്ള എല്ലാ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും
ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് വിജയുടെ ഒരു ഭരണത്തിനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയ് 234 സ്ഥലങ്ങളിലാണ് തമിഴ്നാട്ടിലെ ഇലക്ഷൻ നടക്കുന്നത്. ഈ 234 ഇടങ്ങളിലെ 2 സ്ഥലത്താണ് വിജയ് മത്സരിക്കുന്നത്. അതൊന്ന് തിരുച്ചിയും ഒന്ന് പെരുമ്പാവൂര്, അതായത് ചെന്നൈക്ക് അടുത്തുള്ളത് പെരുമ്പൂർ. ഈ 2 സ്ഥലങ്ങളിലാണ് വിജയ് മത്സരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലെ വരും കാലങ്ങളിലെ എൻ്റെ കയ്യിൽ കിട്ടിയ ഗ്രഹനില അല്ലെങ്കിൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇതിൽ 234-ൽ 182 സ്ഥലങ്ങളിൽ അദ്ദേഹം വിജയിച്ചു വരേണ്ട ഒരു സ്ഥിതിയിലായിട്ടാണ് കാണുന്നത്. അദ്ദേഹം നിൽക്കുന്നത് കൂടാതെ തന്നെ 180 സ്ഥലങ്ങളിൽ, അത് 234 ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്. അതിലെ 182 ഇടങ്ങളിലെ വിജയിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയാതെ തന്നെ ആരാണ് ഭരിക്കുക എന്നുള്ളത് ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തമിഴ്നാട്ടിലെ വരും കാലം കൊണ്ട് തന്നെ വിജയ്ക്ക് ഒരു ഭരണസ്വാധീനം കിട്ടും. ഇതിനും എതിർപ്പുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില പ്രകാരം കുടുംബ ശത്രുദോഷങ്ങളും അനവധി ദുരിതദോഷങ്ങളൊക്കെ അദ്ദേഹം മറികടക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് വേണ്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും ഈ വീഡിയോ ഞാനും എൻ്റെ സഹോദരനാവുന്ന സുധിയും സമർപ്പിക്കുകയാണ്. പലരുടെയും ആവശ്യപ്രകാരം കൂടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈ വീഡിയോയിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോയിലെ പ്രവർത്തനത്തിനെയും ഞങ്ങളെയും, അതായത് എന്നെയും സുധീഷ് എൻ്റെ അനിയൻ തന്നെയാണല്ലോ, സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുകൂലങ്ങളും ഷെയറും ഉണ്ടാവട്ടെ എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.